ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്ര വഴിയിലുടനീളം പ്രഭചൊരിഞ്ഞു നിന്ന സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വിടവാങ്ങിയിട്ട് 11 വർഷമായി. പക്ഷേ ഇന്നലെ എന്ന പോലെ ആളുകൾ ആ മഹാപുരുഷൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നു, ഓർക്കുന്നു. ഇതാ കൺമുന്നിൽ എന്ന പോലെ അദ്ദേഹത്തെ ഉൾക്കൊള്ളുന്നു. ആ ജീവിതവും സന്ദേശവും പിൽക്കാല തലമുറയിലും സമൂഹത്തിലും ആവേശപൂർവ്വം മുന്നോട്ട് പോകാനും ഉജ്ജ്വല ഗംഭീരമായ പ്രവർത്തനങ്ങൾക്ക് ഊർജമാവാനും കഴിഞ്ഞിട്ടുണ്ട്. നിശ്ചയമായും നാം ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ മഹാപുരുഷ പ്രഭയായി നിലകൊള്ളുന്ന സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ തൻ്റെ ജീവിതം കൊണ്ട് ഒരു ജനതയുടെ അഭിമാനകരമായ അസ്തിത്വം സാധ്യമാക്കിയ നേതാവാണ്. മഹാത്മജിയൊക്കെ പറ്റി പറയുന്നത് പോലെ സമൂഹത്തിൻ്റെ ഏറ്റവും പിന്നിൽ നിൽക്കുന്നവരെ, ഏറ്റവും പിന്നിൽ തലതാഴ്ത്തി നിൽക്കുന്നവന് വേണ്ടി സംസാരിക്കുക, ഏറ്റവും പിറകിൽ നിൽക്കുന്നവരെ, ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്നവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നടത്തിയ ആസൂത്രിതമായ പ്രയത്നങ്ങളുടെ ഏറ്റവും ഭാവഗംഭീരമായ നേതൃത്വമായിരുന്നു, പിൻബലമായിരുന്നു സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അദ്ദേഹത്തിൻ്റെ പൂർവ്വപിതാക്കൾ തൊട്ട് ഈ സേവന മണ്ഡലം തന്നെയാണ് തിരഞ്ഞെടുത്തത്. ശിഹാബ് തങ്ങൾക്ക് ഒരുപക്ഷെ അദ്ദേഹത്തിന് നേടിയ വിദേശ വിദ്യാഭ്യാസത്തിൻ്റെ ആ അക്കാദമിക പിൻബലവും അദ്ദേഹത്തിൻ്റെ ആഹാരവും അദ്ദേഹത്തിൻ്റെ അറിവും ഭാഷാ പ്രാവീണ്യവുമെല്ലാം മറ്റൊരു തലത്തിലേക്ക് ഉപയോഗപ്പെടുത്താമായിരുന്നു. ലോകപ്രശസ്തനായ ഒരു അധ്യാപകനായി, ഒരു എഴുത്തുകാരനായി ഒക്കെ മാറാനുള്ള അവസരങ്ങൾ ശിഹാബ് തങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നു. പക്ഷേ 24 മണിക്കൂറും ജനങ്ങളെ സേവിച്ച്, ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അങ്ങോട്ട് മാറുകയായിരുന്നു. അതൊരിക്കൽ പോലും തൻ്റെ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയായിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. നമ്മുടെ മുമ്പിൽ പൊതുപ്രവർത്തനത്തിന് ഇറങ്ങുന്നവർ പിൽക്കാലത്ത് ഏതെങ്കിലും തരത്തിൽ ഒരു തദ്ദേശ സഭ തൊട്ട് മുകളിൽ വരെ ഒരു ജനപ്രതിനിധിയായിരിക്കാനുള്ള സാധ്യതയുണ്ട്, അധികാരത്തിൻ്റെ ഭാഗമാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അധികാരത്തോട് അകലം പാലിച്ച്, അധികാര പദവികളെ തിരസ്കരിച്ച് സമൂഹത്തിന് വേണ്ടി നിലകൊണ്ടു എന്നുള്ളതാണ്. ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച് ഒരിക്കൽ പോലും ഭരണാധികാരിയാവാതെ ജനങ്ങളെ സ്നേഹിച്ച നേതാവ് എന്നുള്ളതാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പ്രത്യേകത. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മഹാത്മജിയൊക്കെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ ജയപ്രകാശ് നാരായണനൊക്കെ പറയുന്നത് പോലെ ഉള്ള ഒരു രാഷ്ട്രീയ സങ്കല്പം കേരളത്തിൻ്റെ പൊളിറ്റിക്സിൽ അദ്ദേഹം കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ പൂർവികരായ നേതാക്കന്മാർ മഹാനായ സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖത്തങ്ങളും പാണക്കാട് PMSA പൂക്കോയത്തങ്ങളും അത് തന്നെയാണ് ചെയ്തത്. പക്ഷേ ബാഫഖത്തങ്ങളുടെയും പൂക്കോയത്തങ്ങളുടെയും കാലത്തിൽ നിന്ന് ശിഹാബ് തങ്ങളിലേക്ക് എത്തുമ്പോൾ വ്യത്യാസമുണ്ടായിരുന്നു. കാരണം ശിഹാബ് തങ്ങളുടെ മുമ്പാകെ തെരഞ്ഞെടുപ്പ് മത്സരിക്കുക എന്നുള്ളൊരു നിർദ്ദേശം തന്നെ വരുന്നുണ്ട്. അദ്ദേഹം 73-ൽ ഖൈദമിലത്തിൻ മരണപ്പെട്ട ഒഴിവിൽ CH മുഹമ്മദ് കോയ സാഹിബ് പാർലമെൻറ്റിലേക്ക് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഡമ്മി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ട്. രാജ്യസഭയിലേക്ക് ശിഹാബ് തങ്ങളുടെ പേർ പാർട്ടി തലത്തിൽ നിർദ്ദേശം വരുന്നുണ്ട്. പിതാവ് പൂക്കോയത്തങ്ങൾ അതിന് സമ്മതിച്ചില്ല. പൂക്കോയത്തങ്ങൾ അത് വേണ്ട എന്നുള്ള ഒരൊറ്റ വാക്കുകൊണ്ട് അത് തടയുകയാണ് ചെയ്തത്. കാരണം അത് ആ അധികാര സ്ഥാനങ്ങളല്ല, അതിലപ്പുറം ഒരധികാരവുമില്ലാതെ ജനങ്ങളുടെ ഹൃദയത്തിൽ ശാശ്വതമായ അധികാരം നേടാൻ കഴിയുക എന്നുള്ളതാണ് പ്രധാനമെന്ന് ആ കുടുംബം കണ്ടു. ഇന്ന് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളിലൂടെ, സഹോദരന്മാരിലൂടെ നമ്മളത് കാണുന്നു. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷന്മാർ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ കേരള സംസ്ഥാന അധ്യക്ഷന്മാർ ആരും തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല. പക്ഷേ ശിഹാബ് തങ്ങളുടെ മുമ്പിൽ ഈ സാധ്യതകളെല്ലാം ഉണ്ടായിട്ടും തങ്ങൾ അധികാരത്തിൽ നിന്ന് അകന്നു നിന്നു. അധികാര കേന്ദ്രങ്ങൾ തങ്ങളിലേക്ക് ഇങ്ങോട്ട് വന്നു സംസാരിക്കാൻ, കാണാൻ, അഭിപ്രായങ്ങൾ തേടാൻ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആശയവിനിമയം നടത്താൻ. ഒരു പക്ഷേ ജനങ്ങളുടെ സങ്കീർണമായ സന്ധികളിൽ വന്നു നിന്ന നേതാക്കന്മാർ ഇതുപോലെ വളരെ കുറവായിരിക്കും. ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഘട്ടങ്ങളിലേക്കാണ് ശിഹാബ് തങ്ങൾ എപ്പോഴും കാലെടുത്ത് വെക്കാറുണ്ടായിരുന്നത്. തങ്ങൾ മുസ്ലിം ലീഗിൻ്റെ ലീഡർഷിപ്പിൽ വരുന്ന ഘട്ടം തന്നെ 1975 സെപ്റ്റംബർ 1-ാം തീയതി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആകുന്നത്, പാണക്കാട് പൂക്കോയ തങ്ങൾ മരണപ്പെട്ട ഒഴിവിലാകുന്നത് തന്നെ രാജ്യത്ത് അടിയന്തരാവസ്ഥ നിലനിൽക്കുന്നൊരു ഘട്ടമാണ്. കേരള രാഷ്ട്രീയത്തിലാണെങ്കിലോ ശിഹാബ് തങ്ങൾ ഒരു പുതുമുഖത്തെ പോലെയാണ്. ഏറനാട് താലൂക്ക് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് പദവി ഉണ്ടായിരുന്നുവെങ്കിലും ബാപ്പയുടെ നിഴലിൽ, ബാപ്പയുള്ള ഒരിടത്ത് അത്ര സജീവമാകാതെ മാറി നിൽക്കുകയായിരുന്നു ശിഹാബ് തങ്ങൾ. പക്ഷേ പൂക്കോയ തങ്ങളുടെ മരണശേഷം CH മുഹമ്മദ് കോയ സാഹിബിൻ്റെയും BV അബ്ദുള്ള കോയ സാഹിബിൻ്റെയും ഒക്കെ
നിർബന്ധ ഫലമായിട്ട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് പദവി ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോഴോ അദ്ദേഹം നേരത്തെ ഈജിപ്തിൽ നിന്ന് വന്ന് കെയ്റോയിൽ നിന്ന് അൽഅസ്ഹറിൽ നിന്ന് വന്ന് കെയ്റോ യൂണിവേഴ്സിറ്റിയിലെ മാസ്റ്റർ ബിരുദം നേടി വന്ന് അവിടുത്തെ സാഹിത്യവും എഴുത്തും ഒക്കെയായി ബന്ധപ്പെട്ട് കഴിഞ്ഞിരുന്ന ഒരാൾ ഇവിടെയും ആ വായനയും എഴുത്തും തുടരുന്നിടത്ത് നിന്ന് ഒരു മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനായി മാറുന്നതാണ് നമ്മൾ കാണുന്നത്. അവിടുന്ന് കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ അന്ന് നിറഞ്ഞു നിൽക്കുന്നത് പിന്നെ എല്ലാ കക്ഷികളുടെയും തലപ്പത്ത് ഒരു പക്ഷേ ഐക്യകേരളം ഉണ്ടാകുന്ന കാലത്തുള്ള പ്രധാന നേതാക്കന്മാരൊക്കെ ജീവിച്ചിരിപ്പുള്ള ഏതാണ്ടൊക്കെ ജീവിച്ചിരിപ്പിക്കുന്ന ഘട്ടമാണ്. മാർക്സിസ്റ്റ് പാർട്ടിയിൽ EMS, AKG പോലുള്ളവരുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ CPIയിൽ അച്യുതമേനോനും പിന്നെ അടക്കമുള്ള നിഭാൽക്കടം പോലുള്ള MN ഗോവിന്ദൻ നായർ പോലുള്ള നേതാക്കന്മാരുണ്ട്. കോൺഗ്രസിൽ K കരുണാകരനെ പോലുള്ള അജയ്യരായ നേതാക്കന്മാർ നിലനിൽക്കുന്നുണ്ട്. അത്തരമൊരു ഘട്ടത്തിലാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന ഒരു താരതമ്യേന പുതുമമായ നേതാവ് രാഷ്ട്രീയത്തിൽ വരുന്നതും പിന്നെ കേരള രാഷ്ട്രീയത്തിന് ശ്രദ്ധാകേന്ദ്രമായി തീരുന്നു. അദ്ദേഹത്തിന് മുമ്പിൽ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് പ്രയാസകരമായ ഒരു ചുറ്റുപാടുണ്ടായിരുന്നു. അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, മുസ്ലിം ലീഗിൽ ഒരു വലിയ പിളർപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കാലത്ത് കേരള സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റായി പിതാവിരിക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെയും പൂർവികൻ സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖി തങ്ങൾ മരണപ്പെട്ട് ഏതാനും സമയങ്ങൾക്കകം മുസ്ലിം ലീഗിൽ ചില ആശയ ഭിന്നതകൾ, ആശയ സമരങ്ങൾ രൂപപ്പെടുകയും അതിനകത്തുനിന്ന് ഭിന്നിപ്പ് നിൽക്കുകയാണ്. മുസ്ലിം ലീഗിൻ്റെ പിന്നെ ഔദ്യോഗിക പക്ഷത്തുനിന്ന് പിന്നെ പാർട്ടിയുടെ 12 MLA-മാരിൽ 7 പേർ ഒരു ഭാഗത്തേക്ക് പോവുകയും ഔദ്യോഗിക പക്ഷത്ത് 5 പേർ മാത്രമായി ചുരുങ്ങുകയുമാണ്. CH മുഹമ്മദ് വയസ്സായും മണക്കാട് പൂക്കോയ തങ്ങൾ നയിക്കുന്ന ആ ഒരു പക്ഷം. ആ നേരത്താണ് പൂക്കോയ തങ്ങളുടെ മരണം. ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് പദം ഏറ്റെടുക്കുമ്പോൾ താരതമ്യേന പുതുമുഖവുമാണ്. അങ്ങനെ പുതുമുഖമായ ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് പദം ഏറ്റെടുത്ത ശേഷം 5 MLA-മാരുമായി തുടങ്ങിയ അദ്ദേഹം പിന്നീട് വിടവാങ്ങുമ്പോൾ 19 MLA-മാരുള്ള രാഷ്ട്രീയ പാർട്ടി എന്നുള്ള ഉയരങ്ങളിലേക്ക് മുസ്ലിം ലീഗിനെ നയിച്ചു. ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകുമെന്ന് കരുതി നിങ്ങൾ മുസ്ലിം ലീഗിൽ പോകേണ്ടതില്ല എന്നായിരുന്നല്ലോ മഹാനായ KM സീരീസ് സാഹിബ് മുസ്ലിം ലീഗിൻ്റെ സന്ദേശവുമായി ഗ്രാമതലങ്ങളിലൂടെ നടക്കുമ്പോൾ എതിരാളികൾ പറഞ്ഞിരുന്നത്. അവിടെ നിന്ന് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കാലത്ത് കേരള രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ മുസ്ലിം ലീഗിനെ പോലെ ഒരു പാർട്ടിക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ഒരു സന്ദർഭത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദം ഏറ്റെടുക്കാൻ CH മുഹമ്മദ് കോയ സാഹിബിന് കഴിഞ്ഞു എന്നുള്ളത് ശിഹാബ് തങ്ങളുടെ ലീഡർഷിപ്പിൻ്റെ കാലത്താണ്. ചെങ്കോട്ടയിൽ പച്ചക്കൊടി കുത്തുന്ന ഒരു കാലം വരുമെന്ന് KC അബൂബക്കർ മൗലവി പറയുമ്പോൾ പോലും അതൊരു സ്വപ്നം, വിദൂര സ്വപ്നം എന്നല്ലാതെ ഒരിക്കലും സഫലമാകാത്ത ഒന്നായി പാർട്ടി അണികൾ കാണുന്നൊരു കാലത്ത് കേന്ദ്രത്തിൽ ഇന്ത്യ ഭരണത്തിൽ ഒരു മുസ്ലിം ലീഗുകാരൻ ഉണ്ടാവുകയാണ്. ഈ അഹമ്മദ് സാഹിബ് കേന്ദ്രമന്ത്രിയായി ചുമതലയേൽക്കുകയാണ്. 19 MLA-മാർ, 4 മന്ത്രിമാർ, ഒരു ചീഫ് ഒക്കെ ഒരേ സമയമുള്ള അവസ്ഥയിലേക്ക് പാർട്ടി മാറുകയാണ്. പിൽക്കാലത്ത് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ കാലത്ത് അത് 20 MLA-മാരാകുന്നു, 5 മന്ത്രിമാരാകുന്നു. അങ്ങനെ പാർട്ടിയുടെ വേറെയും ഉയരങ്ങൾ തേടുന്നു. അപ്പോൾ ഇത് ശിഹാബ് തങ്ങളുടെ ഒരു രാഷ്ട്രീയ കാലഘട്ടം എന്ന് പറയുന്നത് ഈ വളരെ ചുരുങ്ങിയ അവസ്ഥയിൽ നിന്ന് തുടങ്ങി മുസ്ലിം ലീഗിനെ വലിയ പർവ്വത സമാനമായ ഒരു പാർട്ടിയുടെ ആൾബലവും സംഘടനാഫലവുമുള്ള ഒന്നാക്കി മാറ്റിയെടുക്കാൻ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കഴിഞ്ഞു. പിന്നെ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രയാസകരമായ ചുറ്റുപാടിലേക്ക് തങ്ങൾ ഇറങ്ങിച്ചെല്ലും. വർഗീയ കലാപം നടക്കുന്നിടത്തേക്ക് ചെല്ലും. 1992 92 ജൂലൈ മാസം, ജൂലൈയിൽ പൂന്തുറയിൽ വർഗീയ കലാപം നടക്കുകയാണ്. ശിഹാബ് തങ്ങൾ ഡൽഹിയിൽ പാർട്ടിയുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട്, ദേശീയ കമ്മിറ്റിയുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലാണുള്ളത്. ഈ ഐക്യകക്ഷി K കരുണാകരൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഐക്യകക്ഷി ഭരിക്കുകയാണ്. മുസ്ലിം ലീഗിൻ്റെ പിന്നെ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ET മുഹമ്മദ് ബഷീർ സാഹിബ്, PK കബാബ സാഹിബ്, CT അഹമ്മദ് അലി സാഹിബ് തുടങ്ങി മുസ്ലിം ലീഗ് യുവാക്കളായ മന്ത്രിമാരെ പരീക്ഷിച്ച ഒരു ഭരണകാലഘട്ടമാണ്. ആ സമയത്ത് പൂന്തുറയിൽ വലിയൊരു വർഗീയ കലാപം നടക്കുന്നു. ഞാനിത് സൂചിപ്പിച്ചത് മുസ്ലിം ലീഗിൻ്റെ ഈ 4 ചെറുപ്പക്കാരായ മന്ത്രിമാരുണ്ടായിരിക്കെ അവരത് കൈകാര്യം ചെയ്യും. പക്ഷേ വർഗീയ കലാപഭൂമിയിലേക്ക് ഡൽഹിയിൽ നിന്ന് കോഴിക്കോട് വിമാനത്താവളത്തിൽ ഇറങ്ങാൻ കരുതിയ ശിഹാബ് തങ്ങൾ നേരെ തിരുവനന്തപുരത്ത് ഇറങ്ങി പൂന്തുറയിലേക്ക് പോയി. പൂന്തുറയിലെ കലാപഭൂമിയിലേക്ക് പോകുന്നതിൽ തന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വിലക്കുണ്ടായിരുന്നു. തങ്ങൾ അങ്ങോട്ട് പോകാൻ പാടില്ല. കാരണം തങ്ങൾ പോവുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കയ്യേറ്റമോ വേണ്ട ഒരു മോശപ്പെട്ട വാക്കോ ഉണ്ടായാൽ പോലും അതൊരു മോശമാണ്. മുഖ്യമന്ത്രിക്ക് പോലും അഭിപ്രായമുണ്ടായിരുന്നു തങ്ങൾ അങ്ങോട്ട് പോകണോ ഇപ്പോൾ എന്ന്. പക്ഷെ തങ്ങൾക്ക് പോകണമെന്നുണ്ട്. തങ്ങൾ ആ സ്ഥലത്ത് ചെന്നു. അവിടെ ചെന്നു എന്ന് മാത്രമല്ല, അവിടെ 2 ഭാഗത്തും മസ്ജിദുകൾ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു, അമ്പലങ്ങൾ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു, വീടുകൾ, മത്സ്യത്തൊഴിലാളികളുടെ കുടിലുകൾ മുഴുവൻ തീ വെച്ച് വെണ്ണീറാക്കിയിരിക്കുന്നു. അങ്ങനത്തെ ഒരു ശ്മശാന മൂകതയുള്ള മണ്ണിലേക്കാണ് തങ്ങൾ ചെല്ലുന്നത്. അവിടെ ചെന്ന് തങ്ങൾ നേരെ ആദ്യമേ ചെന്നത് അവിടെ ആക്രമിക്കപ്പെട്ട അമ്പലത്തിനടുത്തേക്കാണ്. പള്ളികളുണ്ട്, ആക്രമിക്കപ്പെട്ടത് വീടുകളുണ്ട്. തങ്ങൾ ചെല്ലുന്ന വഴി തന്നെ ആദ്യം കാണുന്നത് അമ്പലമാണ്. തങ്ങൾ ആ അമ്പലത്തിനടുത്തേക്ക് പോയി. അമ്പലത്തിനടുത്തേക്ക് പോകുമ്പോൾ ഒരു പ്രശ്നം, പോലീസുകാർ പറഞ്ഞു അങ്ങോട്ട് പോകണ്ട.
കാരണം പള്ളികൾക്കടുത്തേക്ക് തങ്ങൾക്ക് പോകാം, പിന്നെ തുടർന്ന് എല്ലായിടത്തും തങ്ങൾ എത്തുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല, തങ്ങൾ മുസ്ലിം സമുദായത്തിൻ്റെ കൂടി നേതാവാണ്. പക്ഷേ തങ്ങളുടെ ഈ വേഷവിധാനം തിരുവനന്തപുരത്തെ മത്സ്യത്തൊഴിലാളികൾക്കിടയിലുള്ള മുസ്ലിങ്ങളല്ലാത്ത, അതല്ലെങ്കിൽ പിന്നെ അത്ര രാഷ്ട്രീയക്കാരല്ലാത്ത, അത്ര സമൂഹമായി ഇടപഴകിയിട്ടില്ലാത്ത ആളുകൾക്ക് ഒരുപക്ഷെ പരിചിതമായിരിക്കാം, അല്ലെങ്കിൽ അപരിചിതമായിരിക്കാം തങ്ങളുടെ ഈ സാന്നിധ്യം എന്ന് പറയുന്നത്. അപ്പോൾ ക്ഷേത്രത്തിനടുത്തേക്ക് പോയാൽ അവിടെ RSSകാർ ക്ഷേത്രത്തിന് കാവൽ നിൽക്കുകയാണ്, അങ്ങോട്ട് ചെല്ലേണ്ട എന്ന് പോലീസ് തടഞ്ഞു. പക്ഷെ തങ്ങൾ നേരെ അങ്ങോട്ട് ആ തടഞ്ഞതൊന്നും ഗൗനിക്കാതെയോ അതിൽ വമ്പ് കാണിക്കാതെയോ തങ്ങൾ വളരെ നിസ്സംഗമായിട്ട് ആ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് പോയി. അതിൻ്റെ മുറ്റത്തെത്തിയപ്പോൾ ആളുകളിങ്ങനെ മാറിയിരുന്നു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ തങ്ങളുടെ അടുത്തേക്ക് വന്നു. അവർ തന്നെ ഒരു കസേര കൊണ്ടുവന്നിരുത്തി തങ്ങളോട് സംസാരിച്ചു. അവർ പറഞ്ഞു, ഈ നാട്ടുകാരല്ല, പുറത്തുനിന്ന് വന്ന ആളുകളാണ് കുഴപ്പമുണ്ടാക്കിയിട്ടുള്ളത്. ഇവിടുത്തെ എല്ലാ കുഴപ്പങ്ങൾക്കാരും ഈ നാട്ടുകാരല്ല, ഈ നാട്ടുകാരങ്ങനെ തമ്മിൽ തല്ലുന്നവരും ഒന്നുമല്ല എന്ന് തങ്ങളോട് പറയുകയും തങ്ങളത് ഉൾക്കൊള്ളുകയും അവരെ ആശ്വസിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഇങ്ങനെ പള്ളി തകർക്കപ്പെട്ടും കുടിലുകൾ തകർക്കപ്പെട്ടും കഴിയുന്ന ഇതര വിഭാഗങ്ങളെയും മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരെയും അദ്ദേഹം ആശ്വസിപ്പിക്കുകയും ചെയ്തു. ഹിന്ദു മുസ്ലിം ഭേദമന്യേ, അവിടുത്തെ ഏത് മതഭേദ ക്രിസ്തവ ഭേദമന്യേ സ്വത്ത് പിന്നെ നഷ്ടപ്പെട്ടവർ, അതുപോലെ തന്നെ പരിക്കേറ്റവർ, ജീവൻ 5 പേർ മരണപ്പെട്ടിരുന്നു ആ കലാപത്തിൽ. ജീവഹാനി സംഭവിച്ചവർ അവരുടെയൊക്കെ വീടുകളിൽ തങ്ങളെത്തി, ആശുപത്രികളിലെത്തി. ഇതെല്ലാം കഴിഞ്ഞ് അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെന്ന കാര്യങ്ങൾ കൂടി നിർദ്ദേശം വെച്ചിട്ടാണ് തങ്ങൾ തിരുവനന്തപുരം വിടുന്നത്. അത് തങ്ങൾ ചെയ്യണമെന്നില്ല. പാലക്കാട്ട് സിറാജുന്നീസ വെടിവെപ്പൊക്കെ കഴിഞ്ഞ ശേഷം അവിടെ അതിനൊക്കെ ഇടയാക്കിയ ചില സംഭവങ്ങളുണ്ടായിരുന്നു. അത് ഈ മേപ്പറമ്പിലൂടെ, പാലക്കാട് മേപ്പറമ്പ് വഴി രാമൻപിള്ളയുടെ BJPയുടെ ഒരു യാത്ര, ഒരു കർസേവ, ഒരു രഥയാത്ര പോവുകയാണ്. അതുണ്ടാക്കിയ കുറേ സംഘർഷങ്ങളുണ്ട്. തങ്ങൾ അവിടെ എത്തുമ്പോൾ അങ്ങോട്ട് പിന്നെ പാലക്കാട് സന്ദർശിക്കാൻ പോകുമ്പോൾ ഞാനും തങ്ങളുടെ കൂടെ പോയിരുന്നു. അവിടെ എത്തുമ്പോൾ പത്രബോധന നിലക്ക് കൂടെ പോയിരുന്നു. തങ്ങളിങ്ങനെ തുണിയൽപ്പം ഉയർത്തിപ്പിടിച്ച് തങ്ങളുടെ കാലിങ്ങനെ മാറ്റി മാറ്റി വെക്കുമ്പോൾ അവിടെയൊക്കെ കനലുകൾ എരിയുന്നുണ്ടായിരുന്നു. ശരിക്കും നമ്മളീ പറയുന്ന കനലെരിയുന്ന ഭൂമി എന്നല്ല, തീക്കനലുകൾ പുകയുന്നുണ്ടായിരുന്നു. അതിലൂടെയാണ് തങ്ങൾ നടക്കുന്നത്. പാലക്കാട്ടെ നൂർജഹാൻ ഹംസക ഹോട്ടലിൽ നടത്തുന്ന അവിടുത്തെ വലിയ പഴയകാല മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകനൊക്കെ ആയിട്ടുള്ള ചന്ദ്രയുടെയൊക്കെ വലിയ പ്രചാരകനായിരുന്ന, ഇപ്പോൾ തലശ്ശേരിയിൽ വിശ്രമജീവിതം നയിക്കുന്ന നൂർജഹാൻ ഹംസക തങ്ങൾ തീ, അവിടെ കനൽ ഇവിടെ തീ എന്ന് പറയും. അഹമ്മദ് സാഹിബ് കൂടെയുണ്ട്. അഹമ്മദ് സാഹിബും തങ്ങളും ചേർന്നിട്ടാണ് യാത്ര. അപ്പോൾ അവിടെ ആ കനൽ ഭൂമികളിലൂടെ നടക്കുകയാണ്. തങ്ങൾ അവിടെ പോകേണ്ട കാര്യമില്ലല്ലോ. നാദാപുരത്ത് കലാപം ഉണ്ടാകുമ്പോൾ ഇതാണ് തങ്ങൾ ചെയ്യുന്നത്. നാദാപുരത്ത് രാഷ്ട്രീയ സംഘടനത്തിൽ വാര്യങ്കണ്ടി കുഞ്ഞമ്മദാജി മരണപ്പെട്ടു. ഒരുപാട് പേർ, 8-9 പേർ മരണപ്പെട്ട കലാപമാണത്. CPM മുസ്ലിം ലീഗ് സംഘർഷം അത് മാർക്സിസ്റ്റ് മുസ്ലിം സംഘടനമായി മാറി. ആ സംഘർഷ ഭൂമിയിലേക്ക് അവിടെ മരണപ്പെട്ട വാര്യങ്കണ്ടി കുഞ്ഞമ്മദാജിയുടെ മയ്യത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. മയ്യത്ത് അങ്ങോട്ട് കൊണ്ടുപോകണം. നാദാപുരം മേഖലയിൽ വടകര താലൂക്കിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ജനങ്ങൾ കൂട്ടം കൂടാൻ പാടില്ല. പക്ഷേ പൊതുസമ്മതനായ എല്ലാവർക്കും പ്രിയപ്പെട്ട മാർക്സിസ്റ്റുകാരുടെ അക്രമത്തിനിരയായി ഒരു കാര്യവുമില്ലാതെ നിരപരാധി, എന്തെങ്കിലും ഒരു തെറ്റും ചെയ്യാതെ വെട്ടേറ്റ് മരണപ്പെട്ട വാര്യങ്കണ്ടി കുഞ്ഞമ്മദാജി എന്ന് പറയുന്ന നാട്ടുകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ജനനേതാവിനെ ഒരു ആംബുലൻസ് മാത്രമേ പോകാവൂ എന്ന പോലീസ് നിർദ്ദേശം വെച്ച് പോകണം. ആളുകൾ അകമ്പടി പോകാൻ പാടില്ല. അവിടെ ഉണ്ടായിരുന്ന നേതാക്കന്മാർ, നമ്മുടെ പ്രമുഖരായ നേതാക്കന്മാരൊക്കെ ഉണ്ട്. അവരും ആ അഭിപ്രായം പറഞ്ഞു, അതാണ് നല്ലത്, ഇനിയിപ്പോൾ നമ്മൾ പോയിട്ടൊരു കുഴപ്പം വേണ്ടല്ലോ. പക്ഷേ വാണിമേലിലെ നാദാപുരത്തെ പാവപ്പെട്ട സാധാരണക്കാരായ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാർക്ക് അത് പോരാ. അവർക്ക് വാര്യങ്കണ്ടി കുഞ്ഞമ്മദാജിയെ അങ്ങനെ അനാഥനായി പറഞ്ഞയച്ചുകൂടാ. അതുകൊണ്ട് അവർക്ക് നേതാക്കന്മാർ കൂടെ വേണം. അവരൊന്നും പറഞ്ഞില്ല. അവരുടെ നൃത്തവും ഭാവവും കണ്ടു തങ്ങൾ. ഷിഹാബ് തങ്ങളുടെ മുഖത്തേക്ക് അവർ നോക്കി. ഞങ്ങൾ ഒറ്റയ്ക്ക് പോകണോ എന്ന്. തങ്ങൾ കാറിൽ കയറി. ആംബുലൻസ് മുമ്പിൽ തങ്ങളുടെ കാർ. നാദാപുരം മേഖല നോക്കണം. ഇടുങ്ങിയ ഊടുവഴികൾ, ഉയർന്നു നിൽക്കുന്ന പറമ്പുകൾ, എവിടെ നിന്നും ഒരു കല്ല് വീഴാം, ഒരു ബോംബ് വീഴാം, ഒരക്രമം ഏത് സമയക്കാം. ക്ഷുഭിതരായി കോപാകുലരായി നിൽക്കുന്ന അക്രമി സംഘങ്ങൾക്ക് മുമ്പിൽ തങ്ങളെന്നോ നേതാക്കന്മാരെന്നുള്ള വ്യത്യാസമൊന്നുമില്ല. അവരാരെയും ആക്രമിക്കും. അവർ മസ്ജിദുകൾ ആക്രമിക്കും, ക്ഷേത്രങ്ങൾ ആക്രമിക്കും. അവർക്കൊരു പ്രശ്നവുമില്ല. അവിടേക്കാണ് തങ്ങൾ പോകുന്നത്. പോണോ എന്ന് തങ്ങളോട് ആശങ്കിച്ചു നമ്മുടെ നേതാക്കന്മാർ ചിലത്. ഇപ്പോൾ പോണം എന്ന് തങ്ങൾ പറഞ്ഞു. അത് ആ ആളുകളുടെ മനസ്സിലുണ്ടാക്കുന്നത്, പൂന്തുറയിൽ ജാതി ഭേദമന്യേ ഉണ്ടാക്കിയത്, നാദാപുരത്തെ മനുഷ്യർക്കിടയിൽ ഉണ്ടാക്കിയത്, പാലക്കാട്ടെ മേപ്പറമ്പിലെ ആളുകൾക്കിടയിൽ ഉണ്ടാക്കിയത്, കോയമ്പത്തൂർ കലാഭൂമിയിൽ ഉണ്ടാക്കിയത് എന്താണ്? ഒറ്റപ്പെട്ട് കഴിയുമ്പോൾ, ആരും സഹായത്തിനില്ലാത്ത നേരത്ത്, എല്ലാവരും അവഗണിച്ചു എന്ന് തോന്നുന്ന നേരത്ത്, ഇനിയും അക്രമങ്ങളും ഭീഷണികളും വരുമെന്ന് തോന്നുന്ന നേരത്ത്, ആ ഒറ്റപ്പെട്ടൊരു വീടിനുള്ളിൽ കഴിയുന്ന മക്കളുടെ അടുത്തേക്ക് അവരുടെ അച്ഛൻ, അവരുടെ പിതാവ്, അവരുടെ ബാപ്പ ചെല്ലുന്നത് പോലെ
ഇതാ ഞങ്ങളുടെ ഉപ്പ എത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ അച്ഛൻ എത്തിയിരിക്കുന്നു, ഇനി ഞങ്ങൾക്ക് പേടിയില്ല എന്ന് പറഞ്ഞു. ആ പേടിയില്ല എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുമില്ല, ആക്രമണത്തിനല്ല. ഇനി ഞങ്ങളെ ആരും ആക്രമിക്കില്ല, അദ്ദേഹമുണ്ട്, അദ്ദേഹം നോക്കുമെന്ന്. കാരണം ഒരു വില്ലാളി വീരനായ നേതാവ് വന്നിട്ട് പ്രതിരോധിക്കില്ലല്ലോ. തങ്ങളെപ്പോലെ സൗമ്യശീലനായ ശാന്തശീലനായ ഒരു നേതാവ് വന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ അതവർക്കൊരു ധൈര്യമാണ്, അവരെ ചേർത്ത് പിടിക്കാൻ. ഏത് സങ്കടക്കടലിലും ഈ സാധുജനങ്ങളെ ചേർത്ത് പിടിക്കാൻ ഒരു നേതാവുണ്ടായിരുന്നു നമുക്ക്. രാഷ്ട്രീയത്തിൻ്റെ വലിയ വലിയ ഗോപുര സമാനമായ വ്യക്തികൾക്കിടയിലൂടെ നടക്കുമ്പോഴും അദ്ദേഹം വേറിട്ട് നിന്നു. അദ്ദേഹം എന്നും ഒരേ വേഷം ധരിച്ചു. തൂവെള്ള വസ്ത്രം ധരിച്ച കറുത്ത തൊപ്പിയും ധരിച്ച് അദ്ദേഹം മാറിയിരുന്നു. 77 ചരിത്രപ്രസിദ്ധമായ മുസ്ലിം ലീഗ് സമ്മേളനം നടക്കുമ്പോൾ മാതൃഭൂമി പത്രം എഴുതിയത് CH ഉൾപ്പെടെ എല്ലാ BB കോയ സാഹിബ് ഉൾപ്പെടെ എല്ലാ നേതാക്കന്മാരും പച്ച യൂണിഫോം അണിഞ്ഞ് നിൽക്കുന്നു. അന്ന് വളണ്ടിയർമാരുടെ വേഷമായ പച്ച യൂണിഫോം അണിഞ്ഞ് നിൽക്കുന്നു. ഒരാൾ മാത്രം തൂവെള്ള വസ്ത്രധാരിയായി കറുത്ത തൊപ്പിയണിഞ്ഞ് സുസ്മേരവദനായി യുവാവായ അവരുടെ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന്. അതാണ് ആ യുവാവായ പ്രസിഡന്റിൻ്റെ പ്രത്യേകത. ആ യുവാവായ പ്രസിഡന്റ് ഏത് പ്രായത്തിലേക്ക് എത്തിയപ്പോഴും അത് തന്നെയായിരുന്നു. ആ ഒരു അന്തർദേശീയ അദ്ദേഹത്തിനും കിട്ടിയ വിദേശ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണം ഒരു അന്തർദേശീയ വ്യക്തിത്വമായി അദ്ദേഹം സമൂഹത്തിനിടയിൽ എല്ലാ നിലക്കും ഏത് രാഷ്ട്രീയ സന്ദർഭങ്ങളിലും ഏത് സാമൂഹിക സന്ദർഭങ്ങളിലും ഉയർന്നു നിൽക്കാൻ അദ്ദേഹത്തിന് കഴിയുകയും ചെയ്തു. അത്ര വലിയൊരു നേതാവിൻ്റെ ഓർമ്മയാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. നമ്മുടെ ടി പത്മനാഭൻ, മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ കഥാകൃത്ത് ടി പത്മനാഭൻ. ശ്രദ്ധേയെന്നല്ല പറയേണ്ടത്, മലയാള കഥാലോകത്തെ ചക്രവർത്തിയായിട്ടുള്ള ടി പത്മനാഭൻ ഒരിക്കൽ അദ്ദേഹം സംസാരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ പേരക്കുട്ടികളുമായിട്ട് തൃത്താല മേഴത്തൂരിലെ പ്രസിദ്ധ ബാലചികിത്സകനായ ഗംഗാധര വൈദ്യരുടെ അടുത്ത് പോയതായിരുന്നു. സംസാരം അധ്യേ പറഞ്ഞു, വേഗം പോകണം, എനിക്ക് കണ്ണൂർ എത്തുക എന്നുള്ളതിനിടയിൽ എനിക്ക് പാണക്കാട്ടൊന്ന് പോകണം, തങ്ങളുടെ വീട്ടിലൊന്ന് പോകണം, തങ്ങൾ മരിച്ചിട്ട് കുറച്ച് ദിവസമായതാണല്ലോ. അപ്പോൾ ഈ ഗംഗാധരൻ വൈദ്യരോട് ടി പത്മനാഭൻ ചോദിച്ചു, തങ്ങളെ അറിയുമോ എന്ന്. അപ്പോൾ ഗംഗാധരൻ വൈദ്യർ പറഞ്ഞു, അറിയാതെ. ഈ വഴി പോകുമ്പോഴൊക്കെ തങ്ങൾ ഇവിടെ കയറും, ചിലപ്പോഴൊക്കെ ഞാൻ ഭക്ഷണത്തിന് ക്ഷണിക്കും. അപ്പോൾ പറയും, അല്ല അവിടെ ഞാൻ പോകുന്ന പരിപാടിയെക്കുറിച്ച് പറയും, അവിടുത്തെ കമ്മിറ്റിക്കാർ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടാവും, അത് ഏതെങ്കിലും വീട്ടിലായിരിക്കും, ഇനിയിപ്പോൾ അവിടെ നിന്ന് കഴിച്ചില്ലെങ്കിൽ അവർക്കൊരു വിഷമം വേണ്ട, ഇവിടെ പായസം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരി തരൂ എന്ന് പറയും. തങ്ങൾ നല്ല പ്രമേഹ രോഗിയാണ്. ഗംഗാധരൻ വൈദ്യർ പറയും, തങ്ങൾ നല്ല പ്രമേഹ രോഗിയാണ്, അദ്ദേഹത്തിന് മധുരം പറ്റില്ല, പക്ഷേ മധുരം വേണോ എന്ന് ഞാൻ വെറുതെ ഒന്ന് കളിയാക്കി ചോദിക്കും. അപ്പോൾ പറയും, വൈദ്യരുടെ കയ്യിൽ നിന്ന് മധുരം കഴിച്ചാൽ പ്രമേഹം അധികരിക്കില്ല എന്ന് പറഞ്ഞ് ആ മധുരം വാങ്ങി കഴിക്കും. ഗംഗാധരൻ വൈദ്യർ പറഞ്ഞു ടി പത്മനാഭനോട്, നമുക്കിടയിൽ നിന്ന് ഒരു വലിയ വെളിച്ചമല്ലേ നീങ്ങിപ്പോയത് എന്ന്. ഒരു വലിയ വെളിച്ചം, ഒരു വലിയ പ്രകാശം, ഒരു കാലഘട്ടത്തിൻ്റെ ജീവിതപാതയാകെ പ്രകാശം പരത്തിയെന്ന ഒരു ഗോപുരം 2009 ഓഗസ്റ്റ് 1 അങ്ങനെ ചരിത്രത്തിൻ്റെ വിസ്മൃതിയിലെ ചരിത്രത്തിൻ്റെ അടരുകളിലേക്ക് നീങ്ങുകയാണ്. ആ ഓർമ്മകളെയാണ് ഇപ്പോൾ ജ്വലിപ്പിച്ചു നിർത്തുന്നത്. കേരളത്തിൽ മുസ്ലിം ലീഗിനെ അജയ്യമാക്കി, ഐക്യജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തെ അജയ്യമാക്കി, രാജ്യത്ത് മതമൈത്രിയുടെയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശവാഹകനായി, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഗാന്ധിജി അഹിംസാ സിദ്ധാന്തം നമുക്ക് നൽകിയതുപോലെ ഈ കേരളക്കരയിൽ ആത്മസംയമനമെന്ന ഒരു സന്ദേശത്തെ തങ്ങൾ സംഭാവന ചെയ്തു. രാഷ്ട്രീയത്തിന്, സംഘർഷഭരിതമായ രാഷ്ട്രീയത്തിന്, പ്രതിയോഗികളെ വ്യക്തിഹത്യ ചെയ്യുകയോ കൊലപ്പെടുത്തുകയോ ചെയ്യുന്ന രാഷ്ട്രീയത്തിന് മുന്നിൽ, ആക്രമണോത്സുകമായ രാഷ്ട്രീയത്തിന് മുമ്പിൽ ആത്മസംയമനം എന്നൊരു സന്ദേശം പറയുന്ന നേതാവായിട്ട് അദ്ദേഹം നിൽക്കുകയാണ്. പെട്ടെന്ന് കേട്ടാൽ എന്ത് പ്രസക്തി എന്ന് തോന്നും, പക്ഷേ കാലാന്തരേണ അതിൻ്റെ പ്രസക്തി സമൂഹത്തിന് ബോധ്യപ്പെടും. തീവ്ര ചിന്തകൾ അത് എവിടെ നിന്നാണെങ്കിലും അതിനെ തങ്ങൾ എതിർത്തു. 1996 മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റിയിൽ ഈ കഴിഞ്ഞ വർഷം അന്തരിച്ച നമ്മുടെ സയ്യിദാണ് MI തങ്ങൾ, സയ്യിദ് ഇമ്പിച്ചുകോയ തങ്ങളാണ്. MI തങ്ങൾ ചർച്ചാവേളയിൽ, വർക്കിംഗ് കമ്മിറ്റി നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചാവേളയിൽ ഒരു വിഷയം ഉന്നയിക്കുകയാണ്, ഒരു പ്രമേയ രൂപേണ ഒരു വിഷയം ഉന്നയിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ തീവ്രവാദ ചിന്ത കുറച്ചുകൂടി ഇടപെടാൻ തുടങ്ങിയിരിക്കുന്നു മറ്റ് പല വിഷയങ്ങളിലും. അത് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ നുഴഞ്ഞു കയറാനിടയുണ്ട്. അങ്ങനെ വരുമ്പോൾ അതുണ്ടാക്കുന്ന പ്രതിസന്ധി ഫാസിസത്തോടുള്ള നമ്മുടെ ചെറുത്തുനിൽപ്പിൽ നമ്മുടെ പ്രതിരോധത്തെ അത് ദുർബലമാക്കും.
ഫാസിസ്റ്റുകൾക്ക് പറയാൻ ഇതൊരു കാരണമായിരിക്കും. നാളെ അവർ പറയും നിങ്ങളും അക്രമികളാണെന്ന് പറയും. അവരുടെ അക്രമത്തെ, അവരുടെ കുടിലമായ ആക്രമണങ്ങളെ ഈ ഭാഗത്തു നിന്നുള്ള ഒരു ചെറിയ പ്രതിരോധത്തെ കൊണ്ട് തന്നെ അവർ നിസ്സാരമാക്കി കളയും. നമ്മുടെ സമുദായത്തിൽ അങ്ങനെ ചിന്ത വരാൻ പാടില്ല. വർക്കിംഗ് കമ്മിറ്റിയിൽ അതങ്ങനെ ഒരു സാധാരണ ചർച്ച പോലെ നിൽക്കുകയാണ്. ഉടനെ അധ്യക്ഷനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഇടപെട്ടു. തങ്ങൾ പറഞ്ഞു, ഇവിടെ MI തങ്ങൾ ചൂണ്ടിക്കാണിച്ച ആ വിഷയം ഗൗരവമായിട്ട് ചർച്ച ചെയ്യണം. അങ്ങനെ ആ യോഗത്തിലെ ചർച്ച അങ്ങോട്ട് മാറി. തങ്ങൾ തീവ്രവാദം ഇസ്ലാമിന് അന്യമാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് ഒരു ചെറു പ്രസംഗം ആ കമ്മിറ്റിയിൽ ചെയ്തു. തീവ്രവാദ ചിന്ത ഒരിക്കൽ പോലും നമ്മൾക്കിടയിലൊന്നും ഉണ്ടാവണം. നാം മിതവാദത്തിൻ്റെ, നാം ക്ഷമയുടെ, സഹിഷ്ണുതയുടെ, അസ്വബറു നിസ്ഫുൽ ഈമാൻ എന്ന തത്വത്തെ മുറുകെ പിടിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മൾ ക്ഷമാശീലരായിട്ടുള്ള ഒരു രാഷ്ട്രീയത്തെയാണ് നമ്മൾ മുന്നോട്ട്. മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയം തന്നെ ആ മിതവാദ രാഷ്ട്രീയമാണ്. മിതവാദ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന മുസ്ലിം ലീഗിന് ഗൗരവമായിട്ട് എടുക്കേണ്ടതുണ്ട്. അവസാനം ആ ചർച്ചയുടെ അന്തിമമായ തീരുമാനമെന്ന് പറയുന്നത് മുസ്ലിം ലീഗിന് നടക്കാനിരിക്കുന്ന മെമ്പർഷിപ്പിൽ 1996 നവംബറിലാണ് മുസ്ലിം ലീഗിൻ്റെ നടക്കാൻ പോകുന്ന മെമ്പർഷിപ്പിൽ ഒരു കാരണവശാലും മുസ്ലിം ലീഗിൽ തീവ്രവാദം ചിന്താഗതിയുള്ള ഒരാൾ പോലും മെമ്പർഷിപ്പ് എടുത്തോ അല്ലാതെയോ നുഴഞ്ഞു കയറാൻ ഇടവരരുത്. പാർട്ടി പ്രവർത്തകന്മാർ ജാഗ്രതയോടെ ഇരിക്കണമെന്ന് ചന്ദ്രിക 1-ാം പേജിൽ ആ വാർത്ത നൽകി. മറ്റു പത്രങ്ങൾ അന്നേ ദിവസം അത്ര പ്രാധാന്യം നൽകിയില്ലെങ്കിലും ആ പ്രമേയത്തിൻ്റെ ഒരു ഗൗരവത്തെ പിന്നീട് അവർ ഉൾക്കൊണ്ടു. ഇന്ത്യയിൽ ആദ്യമായും ഇന്നോളമുള്ളതിൽ അവസാനമായും എന്ന് പറയാവുന്ന ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിയെ മെമ്പർഷിപ്പിൽ തീവ്രവാദികൾ നുഴഞ്ഞു കയറുന്നത് ശ്രദ്ധിക്കണമെന്ന പ്രസ്താവന ഇറക്കുകയും ആ ജാഗ്രത പാലിക്കുകയും അങ്ങനെ ഒരു തീരുമാനവുമായി മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുള്ളൂ. അതാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ജാഗ്രത കാവലെന്ന് പറയുന്നത്. വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ച്, ഐക്യത്തെ പ്രോത്സാഹിപ്പിച്ച്, പരസ്പര സ്നേഹത്തെ പ്രോത്സാഹിപ്പിച്ച്, മതമൈത്രിയെ പ്രോത്സാഹിപ്പിച്ച് എല്ലാവരെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോയ ഐക്യത്തിൻ്റെ കാവൽപ്പടൻ ആണ് 2009 ആഗസ്റ്റ് 1 വിടവാങ്ങിയത്. ആ മഹാപുരുഷ സ്മരണയെ നാം ആവേശപൂർവ്വം തലമുറകൾക്ക് കൈമാറുകയാണ്. മലപ്പുറം മുനിസിപ്പൽ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ആ കുലീനമായ പാരമ്പര്യത്തിൻ്റെ കണ്ണികളിലൊന്നാണ്. മഹാനായ പാണക്കാട് PMS പൂക്കോയ തങ്ങളുടെ ഇളയ പുത്രൻ, ശിഹാബ് തങ്ങളുടെ ഇളയ അനിയൻ. ആ കുടുംബം ഒന്നടങ്കം ശിഹാബ് തങ്ങളുടെ സഹോദരന്മാർ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ വിടവാങ്ങി, സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഇപ്പോൾ പറഞ്ഞ അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, പുത്രന്മാർ സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ, സഹോദരപുത്രന്മാർ സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് മൊയ്ൻ അലി തങ്ങൾ. ഇങ്ങനെ ആ കുടുംബം ഒന്നടങ്കം സമുദായ സേവനത്തിൻ്റെ പാതയിൽ 24 മണിക്കൂറും സേവന സജ്ജരായി കർമ്മനിരതരായി നിൽക്കുന്നു. അതാണ് ആ വലിയ വെളിച്ചം, വലിയ പ്രകാശം എന്ന് പറയുന്നത്, ആ ഉജ്ജ്വലമായ പ്രകാശം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളിൽ നിന്ന് അത് മുസ്ലിമയിലൂടെ കേരള ആ പരമ്പരയിലൂടെ കേരള തീരത്തേക്ക് വന്ന ആ പ്രകാശം നമ്മുടെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, ആത്മീയ മണ്ഡലങ്ങളെ ജ്വലിപ്പിച്ച് നിർത്തുന്നു. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.